പീനട്ട് ബട്ടർ മേടിക്കാം. അപ്പം നമുക്ക് രണ്ടോട് അമ്മായിക്ക് ഞാൻ തേച്ചു തരാം, ഞാനും തിന്നാം. അമ്മാവും വാ തുറന്ന് എന്തോ പറയാൻ നിൽക്കുന്നുണ്ട്, ആ വായിലും കുറച്ച് അണ്ണാക്കി കയറ്റി. വേറെ എന്തെങ്കിലും വേണോ? വേണ്ട, ഒന്നും വേണ്ട. ഡാമാർക്ക് വല്ലതും മേടിച്ചു കൊടുക്കണോ? വേണ്ട, അവര് തന്നെ മേടിച്ചു കൊടുക്കും. പാവപ്പെട്ടമാരില്ലേ, വേറെ ഗൈസ് ഇല്ലേ? വേണ്ട, കുഴപ്പമില്ല. സിറ്റിംഗ് ഫോർ സംതിങ് ടു ഈറ്റ്. വേണ്ട. ആർ യു ഷുവർ? വേണ്ട, അവര് മേടിച്ചോളൂ. ഓക്കെ, പെട്ടെന്ന് ഞാൻ വരാം. ഓ, നിത്യ ഒന്ന് വിളിക്കാൻ മോനെ. അയ്യോ, എന്റെ കർത്താവേ, മുതുകാലൻ എങ്ങനെയെങ്കിലും കെട്ടിയെടുക്കണേ. എനിക്ക് വയ്യ കഴിക്കാൻ. 5 മിനിറ്റ് കൊണ്ട് അവൻ എന്നെ കൊന്നു. പടാ, ഇവൻ എന്തിനാ വന്നപ്പോ നമ്മളിങ്ങനെ തേച്ചോണ്ടിരിക്കണേ? അതെ, വിവരമില്ല. ജോലി ഇല്ലാത്ത ഇത്ര വലിയ തെറ്റൊന്നുമില്ല. ഞാൻ ഒരു എഞ്ചിനീയറാ, നീ ആരാ? ആ ഒരു ആക്ടറല്ലേ? അല്ലേ? അതെ. നിന്റെ ലെവല് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. അതല്ല, നീ ഒരു സൂപ്പർ സ്റ്റാറാ 2 കൊല്ലം കഴിയുമ്പോ. ആലോചിച്ച് നോക്ക്. വരുന്നുണ്ടോ ഇവൻ? ഇവനിപ്പോഴും ഞാൻ ചാവത്തില്ലെന്ന് തോന്നുന്നു. തള്ളി മറിക്കാൻ രാവിലെ 2 ഗതികെട്ടന്മാരെന്തോ മരത്തിന്റെ മുട്ടിയിരിക്കുന്നത്. ഓ, ഞങ്ങള് ബിസിനസ് പ്ലാൻ ചെയ്യുമായിരുന്നു. അല്ലടാ, ഇൻവെസ്റ്റ്മെന്റ് പുതിയ ബിസിനസ്. KGF കുറച്ച് പ്രോപ്പർട്ടി ഒക്കെ വാങ്ങിച്ച് അത് സ്വർണ്ണം എടുക്കാതെ കടയിൽ മേടിക്കേണ്ട കാര്യമില്ലല്ലോ. റോക്കിയുടെ നമ്പർ വേണോ? റോക്കിയുടെ നമ്പർ വേണോ? ഞാൻ തരും. അല്ല, ഇവിടെ ഏത് റോക്കിയുടെ നമ്പർ? നിങ്ങൾ KGF ഗോൾഡിന്റെ കാര്യമില്ലേ പറഞ്ഞേ? ആണെങ്കിൽ റോക്കി എന്റെ ഫ്രണ്ടാ. അല്ല, റോക്കി ഞങ്ങളുടെ എന്തേ? അല്ല, എവിടെ പോണ്? അല്ല, ഞാൻ പീനട്ട് ബട്ടർ മേടിക്കാൻ പോയി. ഇതിനെ കുറിച്ച് പറ. ഇത് കുഴപ്പമില്ല, വിളിക്കണോ? ഞാൻ റോക്കി എപ്പോഴും പറയണോ? വേണ്ട. റോക്കി എന്തിനാ? അത് വേണ്ട, ഞങ്ങൾ വിളിച്ചോളാം. ഞങ്ങളുടെ നമ്പറൊക്കെ ഉണ്ട്. എന്റെ ഫ്രണ്ടാ. ഗൂഗിളുണ്ട്. അല്ല, ഈ പീനട്ട് ബട്ടർ എന്തിനാ ഉച്ചക്ക് ചോറിന്റെ കൂടെ കഴിക്കാൻ? ഞാൻ രാവിലെ ഇച്ചിരി ശരീരമൊക്കെ നോക്കുന്നില്ലേ. പീനട്ട് ബട്ടർ ഒക്കെ പീനട്ട് ബട്ടർ എന്താന്ന് വിചാരിച്ചേ? അതൊക്കെ ഞങ്ങൾ കുറെ കഴിച്ചു. നമ്മൾ കഴിച്ച് മടുത്തിരിക്കുന്ന സാധനങ്ങളൊക്കെ അതൊക്കെ. അതെ അതെ. എവിടുന്ന്? കടയിന്ന്. ഏത് ബ്രാൻഡായിരുന്നു നിങ്ങൾ കഴിച്ചോണ്ടിരുന്നത്? ഞങ്ങള് റിവ്യൂ നോക്കിയാ കഴിക്കാറ്. അതെ അതെ അല്ലേ? അതേത് കടയാ? അതാകുമ്പോ അല്ല, അത് യൂട്യൂബിലാണ് ഞങ്ങള് നോക്കുന്ന റിവ്യൂ ഒക്കെ. അല്ല, നിങ്ങൾ പീനട്ട് ബട്ടർ കഴിക്കാൻ പോയല്ലേ, അത് തീരുന്നതിന് മുമ്പ് മേടിച്ചോണ്ടോ? ശരീരമൊക്കെ നോക്കണം കേട്ടോ. ഞങ്ങള് നോക്കുന്നുണ്ട്. എല്ലാം വേണോ തിന്നെ? സൂക്ഷിച്ചു പോണം. കാശില്ലെന്നറിയാം, എല്ലാം വേണമെങ്കിൽ പറഞ്ഞു, ഞാൻ ഫ്രീ ആയിട്ട് മേടിച്ചു തരാം. ഓ വേണ്ട, ഞങ്ങൾ കഴിച്ചു. സൂക്ഷിച്ചു പോണം കേട്ടോ. ഓസിന് മേടിച്ച് കഴിക്കാറില്ല. ഇവൻ എന്തെങ്കിലും വട്ടുണ്ടോളി? വട്ടല്ലടാ, ഇവന് വട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി കുറഞ്ഞു പോകും. ആ, അവന് ആ വീട്ടിൽ അവന്റെ ചാട്ടം ഉണ്ടല്ലേ, ആ വീട്ടിൽ അവനെ ഇറക്കി വിട്ടാന്ന് തോന്നുന്നു. ഇതാണ് ഇവനെ ആർക്കും ഇഷ്ടമില്ലാത്ത. അവനോർത്തേക്കണ അവനെ എല്ലാവർക്കും വലിയ കാര്യമാണ്. വരട്ടെ, അവനുള്ള പണി നമ്മൾ കൊടുത്തില്ല. ഇന്ന് വൈകിട്ട് ഇവന്റെ ആരൊക്കെയോ എന്തൊക്കെയോ വരുമെന്നോ എന്താ സംഭവം? ആര് വന്നാലും ശരി, ഇവനുള്ള പണി നമ്മൾ കൊടുത്തിരിക്കും. ചേട്ടാ, എന്താണ് എന്നതാ? എന്താ ഇത്ര കാര്യമായിട്ട് ആലോചിക്കണം? ഞാനൊരു ആലോചിച്ചു പോയതാ. അത് ഏതിനത്തിൽപ്പെട്ടതാ? രണ്ടാമത് പാമ്പ് വന്നാ? അതല്ല, ഒരുത്തം വന്നില്ലേ? നിങ്ങളുടെ റിലേഷൻ ആരാണ്ട്? പെങ്ങടെ മോനോ? എൻ്റെ ഓടപ്പിറന്നാളമായി. ഓ, ക്രിസ്റ്റി. ആ, ഒന്നും പറയണ്ട, ആളത്ര വെടിപ്പല്ല. അതെ, മുടിഞ്ഞ തീറ്റയാ. അറിയാം. സ്വത്തിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് മാത്രം ഇങ്ങനെ നിർത്തണതാ. അതും അറിയാം. അവനെ പറഞ്ഞിടെ എന്തെങ്കിലും വഴിയുണ്ടോ? എന്താ പറഞ്ഞേ? അവനെ ഇവിടുന്ന് പറഞ്ഞിടെ എന്തെങ്കിലും മാർഗമുണ്ടോ? എന്റെ കൂടെ നിൽക്കൂ. പിന്നെ ബാക്കി ചേട്ടനോട് ഞങ്ങൾ 100% നിൽക്കും. ഇഷ്ടല്ല അല്ലേ? കൂടി നമുക്ക് ഒറ്റക്കെട്ടായി നിന്ന് ചവിട്ടി പുറത്താക്കാം. ചവിട്ടി ആട്ടോ അവനെ. ചവിട്ടി പുറത്താക്കാം. അല്ല, അങ്ങനല്ല, അതങ്ങനെ പറ്റില്ല. അപ്പൊ പിന്നെ ചവിട്ടി പുറത്താക്കി പിന്നെ സ്വത്ത് കിട്ടാതെ. എടാ, അതൊരു ഇതില് പറഞ്ഞതാ. അത് നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചെന്തെങ്കിലും പ്ലാൻ ഉണ്ടാക്കാം. എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. ശരി, പഴയ പ്ലാന് ഞാൻ നേരത്തെ വിജയിപ്പിച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ്. പറഞ്ഞാണെങ്കിൽ വേണ്ട, ചീപ്പാണെങ്കിലും കുഴപ്പമില്ല. അവന്റെ പ്ലാൻ അല്ലേ, പറയട്ടെ. കോട്ടാവും, നമുക്ക് നോക്കാം. പ്ലാൻ പറ. അതായത് അവൻ്റെ അച്ഛൻ്റെ നമ്പർ ഉണ്ടോ? അവൻ്റെ അച്ഛൻ്റെ നമ്പർ ഉണ്ട്. പണ്ട് ഞങ്ങൾ ബാറിൽ പോയപ്പോഴേ ഞാൻ മേടിച്ചതാ. അല്ല, എന്താണെങ്കിലും സംഭവം പറഞ്ഞല്ലേ. പിന്നെ ഞങ്ങളൊരു കുടുംബ ഗ്രൂപ്പുണ്ട് വാട്സപ്പിൽ. അതിലിങ്ങനെ ചാറ്റ് ചെയ്യുന്നൊക്കെ ഉണ്ട്. അല്ല, നമ്പർ ഉണ്ടല്ലോ അല്ലേ? നമ്പർ നിലവിൽ വർക്കിംഗ് ആണ്. അല്ല, നമ്പർ എന്തിനാ? എടാ, അതൊക്കെ ഉണ്ടാ, അതൊക്കെയല്ലേ പ്ലാൻ.
എന്നാ ബാക്കി ചേട്ടാ നമ്പർ കൊടുക്ക്. നമ്പർ എടുത്തോണ്ട് പോവാ, കുഴപ്പമില്ല. ഞാൻ മൊബൈൽ എടുക്കുക. ആ ഓക്കെ. ഓനിത് എവിടെ പോയതാണ്? പീനട്ട് ബട്ടർ മേടിക്കും. അയ്യോ, എന്നിട്ട് കിട്ടിയില്ലേ? കഴിച്ചോ? അതിൻ്റെ കൂടെ തിന്നാൻ വെച്ചിരുന്നത്. ഓ, കഴിച്ചോ മുഴുവനും കഴിച്ചോ? വേണ്ട, കുഴപ്പമില്ല. ഓ, പീനട്ട് ബട്ടർ കുഴപ്പമില്ല. അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നെങ്കിൽ അങ്കിൾ ഉണ്ടാക്കി തരുമായിരുന്നു. പീനട്ട് ബട്ടറോ ഉണ്ടാക്കും. കുറച്ച് കഴിഞ്ഞിട്ടുണ്ടാക്കാം. അച്ഛൻ്റെ കൊണ്ടച്ഛൻ. ഹലോ, എവിടെയാണോ? ഞാൻ തന്നെ ഇവിടെ അമ്മാവിൻ്റെ അവിടെ ചപ്പാത്തി തിന്നോണ്ടിരിക്കുന്നു. നമ്മുടെ അമ്മാവിൻ്റെ അവിടെ വിക്കമ്മാവൻ. നിനക്ക് ഏതൊരു പെണ്ണായിട്ട് അവിഹിത ബന്ധമുണ്ടോ? നിനക്ക് എവിടെയും അവിഹിത ബന്ധമുണ്ടോ? കാമുകിയോ? എനിക്കോ? ഇല്ലച്ച, കല്യാണം ആലോചിക്കാനാന്ന്. എനിക്ക് കാമുകി വരുന്നില്ല. അപ്പൊ ഈ ആനഞ്ചനെ ആരാ? ആറഞ്ചനയാ? അപ്പൊ ഈ ആനഞ്ചനെ ആരാ? എനിക്ക് ആനെ അറിയത്തില്ല. നീ ബാംഗ്ലൂര് വെച്ച് കറങ്ങാൻ പോയിട്ട് ആ പെങ്കൊച്ചിന് ഇപ്പോ പ്രഗ്നന്റ് ആണെന്നാണ് പറയണത്. അവളാരാന്ന് നീ പറഞ്ഞു? പെങ്കുച്ചൻ എന്തുവാന്ന് പറഞ്ഞേ? കേട്ടിട്ടില്ല, ഗർഭം. കേട്ടിട്ടില്ല, ഗർഭം. ഗർഭം. അല്ല, ഈ ആനക്കായാലും ഞാനെന്തോ ചെയ്യണം? നിന്റെ തമാശ കേൾക്കാനല്ല ഞാൻ വിളിച്ചു ക്രിസ്റ്റി. പിന്നെ നീ 2.5 മണിക്കൂറിനുള്ളിൽ ഇവിടെ വീട്ടിൽ കാണണം. കാര്യം നമുക്ക് ഒതുക്കി തീർക്കാം. പൈസ കൊടുത്ത അവൾ ഒതുങ്ങാന്ന് പറഞ്ഞു. അത് നമുക്ക് സെറ്റാക്കാം. ഏതൊക്കെ എന്തോ കാശ് കൊടുക്കണമെന്ന് ഞാൻ ഇവിടെ കായംകുളത്തേക്കല്ലേ ഇവിടെ തിരുവനന്തപുരത്ത് 2.5 മണിക്കൂർ ഒരാഴ്ച. നീ ഓട്ടോ പിടിച്ചോ, ട്രെയിൻ പിടിച്ചോ, ഫ്ലൈറ്റ് പിടിച്ചോ, ഇവിടെ വന്നിരിക്കണം. എന്തിന് അമ്മ ഇവിടുന്ന്? നീ ഞാൻ പറഞ്ഞാട്ടാ മതി കേട്ടോ. നീ എന്നെ പഠിപ്പിക്കാൻ വരണ്ട. കുടുംബത്തിന് മനക്കണ്ടാക്കണം ഓരോന്ന് പിറന്നോളൂ ഇവിടെ നിന്നില്ലാതെ. ഞാനൊന്നും ചെയ്തില്ല അമ്മാവ. ഈ ആനയൊന്നും എനിക്ക് അറിയത്തില്ല. വല്ല വാഴ വെച്ചാ മതിയായിരുന്നു. അമ്മാവ ഇവിടുന്ന് ഫ്ലൈറ്റ് വല്ലതും കിട്ടുമോ? ഫ്ലൈറ്റ് അല്ല, ഒരു ആന വണ്ടിയുണ്ട്. പ്ലേറ്റ് തിന്നുന്ന കാര്യമല്ല, പക്ഷേ എനിക്ക് ഇവിടുന്ന് വീട്ടിൽ പോവാൻ വഴി വണ്ടി വല്ലതും ഉണ്ടോ എന്ന് അച്ഛൻ വിളിക്കുന്നു. ഒരു മാസം നമ്മളെ വൈകുന്നേരത്തെ എനിക്ക് ഇന്നാ പോണ്ട, നാളെ എല്ലാം വർത്താനം പറഞ്ഞോണ്ടിരുന്നു പണ്ടാരക്കാലൻ. ദൈവമേ. എന്തുവാടെ ഇതുവല്ലം വർക്കൗട്ട് ആകുമോ? പിന്നെ വർക്കൗട്ട് ആവണ്ടേ? പ്ലാൻ ആരുടെ? പ്ലാൻ എൻ്റെ അല്ലേ? നിന്റെ അല്ലേ? ആ, ഡബ്ബ് ആരുടെ? ഡബ്ബ് നീ പുലിയാട്ടാ. നീ പുതിയ ടെലി ടോമാടേ. 5 മണിക്ക് മുമ്പ് അവൻ വീട്ടിലെത്തില്ലുണ്ടല്ലോ. വീട്ടിലെത്തില്ലെങ്കിൽ പണി പാളും. അവന്റെ ഊഞ്ഞാലാട്ടം, പീനട്ട് ബട്ടർ എല്ലാം കൂടെ പിളകി അവനിപ്പോ ഒരു വരവുണ്ടാവും. ആ, ഇവനെന്താ സ്കൂളിൽ പോണേ? സംഭവിച്ചിട്ടുണ്ട് കേട്ടാ. നമ്മ പൊളിച്ച് രാവിലത്തെ വരവൊന്നും അല്ലല്ലോ. 2 ഡയലോഗ് ഇടാ. നമസ്കാരം. എവിടെ പോണ? ഒരു മീറ്റിംഗ് ഉണ്ട്. മീറ്റിംഗോ? എവിടെ? പീനട്ട് ബട്ടർ മേടിച്ചില്ലേ, ആ കടലിലെ ചേട്ടനും എന്റെ അച്ഛനുമായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്. അച്ചോടോ, പക്ഷെ അതൊക്കെ പിന്നെ പോരെ. അത് ഇപ്പൊ മൊബൈലൊക്കെ ഉള്ള സ്ഥിതിക്ക് എന്തിനാ ഇങ്ങനെയൊക്കെ മീറ്റ് ചെയ്യുന്നത്? അല്ല, ഇപ്പൊ അർജന്റായിട്ട് പോണോ? അതിന്റെ ഒരു പ്രത്യേകിച്ച് ഒരു ഞങ്ങള് വിചാരിച്ചു ബ്രോ ഒരു 2 ആഴ്ചയും കൂടെ നിക്കാൻ. ഞങ്ങക്ക് കാറൊക്കെ കാണായിരുന്നല്ലേ. കാണിക്കാൻ ഞാൻ പോയിട്ട് ഇപ്പൊ വരെ അതല്ല, ഒരു 2 മിനിറ്റ് നിക്കേ. അർജന്റായിട്ട് എനിക്ക് പോയി നോക്കത്തുള്ളൂ. കാരണം അച്ഛൻ ആ ഒരു മീറ്റിംഗിലേക്ക് അച്ഛനെ കൊണ്ട് വിടണമല്ലോ. ഇതെന്താ ബ്രോ എന്തോ പോയ അണ്ണാനെ പോലെയൊക്കെ ഇരിക്കും. കണ്ണിക്കൂടെ വെള്ളം വരുന്നുണ്ടോ? വിഷമമാണോ? അല്ല, എനിക്ക് അച്ഛനെ കാണാത്തതിന്റെ ഒരു ആൻസൈറ്റി പ്ലസ് ക്ലോഡിയ ഉണ്ടല്ലോ. അപ്പൊ അതിന്റെ ഉണ്ടാവും. ഇവര് വർക്കീസിനോടൊക്കെ ഞങ്ങൾ എന്ത് പറയും? ഞങ്ങൾക്കൊക്കെ ഭയങ്കര വിഷമാവൂലേ? അല്ല, അമ്മായി ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് പുറത്തായി പോകും. അതെ, അമ്മായി കുറച്ച് പുട്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾ രണ്ടോടെ കഴിച്ചു കേട്ടോ. ഞങ്ങള് ഞാൻ നിങ്ങക്ക് വേണ്ടി പറഞ്ഞേക്കുമായിരുന്നു. ആണോ? ഓക്കെ ഓക്കെ. നിർബന്ധമാണോ പോണെന്ന്? അർജന്റായിട്ട് ഇപ്പൊ പോണം. പക്ഷെ ഞാൻ പോയിട്ട് വരുമല്ലോ. വരുമോ? ഉറപ്പായിട്ടും വരും. അയ്യോ, വരണം കേട്ടോ. ഇപ്പൊ പോയില്ല പിന്നെ ഞാൻ വരാക്കത്തില്ല. അല്ല, ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ? ശരിക്കും മീറ്റിംഗിന് തന്നെയല്ലേ പോണേ? മീറ്റിങ്ങിനെ പോകുന്നത് എന്തോ നിങ്ങൾക്ക് ഒരു ഡൗട്ട്? സ്കൂളിൽ പോകുന്ന പോലെ ഒരു സ്കൂളിൽ പോകുന്ന പോലല്ല. ഞങ്ങൾ ഈ ബിസിനസ്സുകാരുണ്ടല്ലോ, മീറ്റിങ്ങിന് പോകുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ അടിക്കും. ടെൻഷൻ അടിക്കണ്ട, എല്ലാം ശരിയാവും കേട്ടോ. പോയിട്ട് വേഗം വരാം കേട്ടോ. മീറ്റിംഗ് 5 മണിക്കല്ലേ? എന്താണ് പ്ലാൻ? പ്ലാൻ എന്ന് വെച്ച് വർക്കൗട്ട് ആയില്ലെങ്കിലും ഉണ്ടല്ലോ പണി പാളും. അയാൾ നമ്മളെ വിശ്വസിച്ചിരിക്കുക. വർക്കൗട്ട് ആക്കി എടുക്കും. അതായത് നമ്മുടെ ഇപ്പൊ പുള്ളിയുടെ നമ്പർ ഉണ്ടല്ലോ,
അവന്റെ അച്ഛന്റെ നമ്പറിലേക്ക് വിളിച്ചിട്ട് ആ. വാ പറയാം. അയ്യേ എടാ അത് വർക്കൗട്ടാവും. പോടാ പട്ടി. അതെന്താ? അതെങ്ങനെ വർക്കൗട്ട് ആവാനാ? എടാ ഇതിന്റെ അകത്ത് ഏതവനും ഒന്ന് പേടിക്കും. ശരിയല്ലേ? പേടിക്കോ? അയാൾക്ക് വല്ല അറ്റാക്കോ ഹിസ്റ്ററി ഉണ്ടെങ്കിലും ചത്തുവിട്ടാ. നീ ഒന്ന് മാറ്റി സംസാരിച്ചാ മതി. അക്ക ഓക്കെയാ പറയല്ലേ? അയ്യടെ പറ. അല്ലെങ്കിൽ അവന്റെ പീനട്ട് ബട്ടറിൽ നിന്ന് ഞാൻ വലിച്ചൂരും. ജീവ ഹലോ, ക്രിസ്റ്റിയുടെ അച്ഛനല്ലേ? ഞാൻ അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ക്രിസ്റ്റിയുമായിട്ട് 7 വർഷം അഗാധ പ്രണയത്തിലാണ്. ഞാൻ പ്രഗ്നന്റ് ആണ് അച്ഛാ. നീ കൊളാട്രൽ ഡാമേജ് എന്ന് കേട്ടിട്ടുണ്ടോ? ഞാനങ്ങനെയൊന്നും കേട്ടിട്ടില്ല. അങ്ങനെ ഒരു സാധനമുണ്ട്. ആണ് ഒരു കല്ലൊരച്ച് തീയാവും. ആ തീ കാട്ടുതീയായി മാറും. ആണോ? അവൻ എന്നെ ഒരച്ചു, അത് തീയായി. വർക്കിച്ചിനെ ഒരച്ചു, അത് കാട്ടുതീയായി. നീയാണല്ലോ മറ്റേ റോക്കി ബൈക്ക് ഡബ് ചെയ്ത്. നമുക്കൊരു ചായ കുടിച്ചാലാ?